നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്ന്. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തന്നെ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. പ്രഖ്യാപനം ഇടുക്കി മണ്ഡലം LDF വികസന മുന്നേറ്റ ജാഥയുടെ സമാപന വേദിയിൽ. തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി. ജില്ലാ ആസ്ഥാന മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ വിസ തട്ടിപ്പ് നടത്തിയ പ്രതിയെ തട്ടിപ്പിനിരയായവരുടെ സഹായത്തോടെ ഇടുക്കി പോലീസ് പിടികൂടി. പിടിയിലായത് കോട്ടയം പുതുപ്പള്ളി സ്വദേശി പുളിക്കൽ റോയി ജോസഫ്. നടപടി ലക്സംബർഗിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ. പാചകവാതകം കിട്ടാനില്ലാതായതോടെ ഇടുക്കിയിലെ ടൂറിസം മേഖല പ്രതിസന്ധിയിൽ. ഇതോടെ മൂന്നാറിൽ വിവിധ ഹോട്ടലുകൾ അടച്ചു. മെനു വെട്ടിക്കുറച്ച് പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിൽ ഹോട്ടലുകൾ. തോട്ടം തൊഴിലാളികളുടെ അടിസ്ഥാന ശമ്പളം നാമമാത്രമായി വർദ്ധിപ്പിച്ച സർക്കാരിന്റെയും തൊഴിൽ വകുപ്പിന്റെയും നിലപാടിൽ പ്രതിഷേധവുമായി INTUC ജില്ലാ നേതൃത്വം. നിലവിൽ വർദ്ധിപ്പിച്ചത് 43 രൂപ വേതനവും 5 രൂപ പ്രത്യേക അലവൻസും ഉൾപ്പെടെ 48 രൂപ മാത്രം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആരെയോ പ്രീതിപ്പെടുത്താനാണ് ചെറിയ തോതിലുള്ള ശമ്പള വർധനയെന്നും നേതാക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തന്നെ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. ഇടുക്കി മണ്ഡലം LDF വികസന മുന്നേറ്റ ജാഥയുടെ സമാപന വേദിയിലാണ് പ്രഖ്യാപനം. കേരള കോൺഗ്രസിന്റെ എല്ലാ MLA-മാരും അതാത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി കട്ടപ്പനയിൽ പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണോ ഇത്? ജനങ്ങളൊക്കെ തീരുമാനിച്ച കാര്യമല്ലേ, പിന്നെ അതിനകത്ത് പറയുന്നതിനൊരു വിഷമമൊന്നും. അടിമാലി വന്നപ്പോഴത്തേക്ക് റോഷിയാസിന് അങ്ങയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. പ്രതികാരം വീട്ടിലാണോ? ഞങ്ങളുടെ MLA-മാരെല്ലാം അതാത് MP പ്രസിഡന്റ് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ട് എവിടെ മത്സരിക്കുന്നത്. എല്ലാവർക്കും ഒരു ആകാംക്ഷ ഇല്ലേ എവിടെ മത്സരിക്കുന്നത്? കാണുമ്പോൾ അറിയാമല്ലോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇടുക്കിയിലേക്ക് കുടിയേറ്റക്കാരനായി വന്ന റോഷി അഗസ്റ്റിൻ കുടിയേറ്റക്കാരുടെ രക്ഷകനായി മാറിയെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. മന്ത്രി റോഷി അഗസ്റ്റിൻ ക്യാപ്റ്റനായുള്ള വികസന മുന്നേറ്റ ജാഥയുടെ സമാപന സമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയെ മിടുക്കിയാക്കിയ മിടുക്കനാണ് റോഷി. ആദ്യമായി മത്സരിച്ച് വിജയിച്ച ശേഷം 5 വർഷ കാലയളവിനുള്ളിൽ അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. പശ്ചാത്തല സൗകര്യ വികസനം, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചു. ജാഥയുടെ സ്വീകരണ കേന്ദ്രങ്ങളിലെ വലിയ ജനപങ്കാളിത്തം LDF-ന്റെ തുടർ ഭരണമാണ് സൂചിപ്പിക്കുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു. വിഷയങ്ങൾ എപ്പോഴും താങ്ങും തണലുമായി നിന്നിരിക്കുന്നത് നമ്മുടെ ജനപ്രതിനിധിയായ റോഷി അഗസ്റ്റിനാണ്. ഒരുപക്ഷെ അദ്ദേഹമായിരിക്കും ഈ പ്രദേശത്തെ അവസാനത്തെ കുടിയേറ്റക്കാരൻ. കുടിയേറ്റക്കാരുടെ രക്ഷകനായി വന്ന കുടിയേറ്റക്കാരനാണ് റോഷി അഗസ്റ്റിൻ എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കാരണം എത്രയോ വിഷയം, വന്യമൃഗങ്ങളുടെ വിഷയമാകാം, ബഫർ സോണിൻ്റെ വിഷയമാകാം, അതോടൊപ്പം തന്നെ നമ്മുടെ പട്ടയത്തിൻ്റെ വിഷയമാകാം, ഇവിടുത്തെ റോഡുകളുടെ വിഷയമാകാം, ഇവിടുത്തെ നമ്മുടെ കുടിവെള്ളത്തിൻ്റെ വിഷയമാകാം, ഇവിടുത്തെ നമ്മുടെ സ്കൂളിൻ്റെ വിഷയമാകാം, മെഡിക്കൽ കോളേജിൻ്റെ വിഷയമാകാം. നമുക്കറിയാം എത്രയോ ടേമായിട്ട് എത്രയോ വർഷങ്ങളായി ഈ ജില്ലയിൽ മന്ത്രിയായിട്ടുള്ള ആളുകൾ പോലുമുണ്ട്. പക്ഷേ ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ കൊണ്ടുവരുവാൻ സാധ്യമായത് അത് റോഷി അഗസ്റ്റിൻ ഇവിടെ MLA ആയതിനു ശേഷമാണ്. ഇടുക്കിയെ മിടുക്കിയാക്കിയ മിടുക്കനായ ഒരു നേതാവാണ് ശ്രീ റോഷി അഗസ്റ്റിൻ എന്ന് പറയുണ്ടായി. അതിന് സംശയമില്ല. ഇവിടെ കാണുന്ന ഓരോ പദ്ധതിയും വികസന പ്രവർത്തനങ്ങൾ. LDF മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ CS അജീഷ് അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ മന്ത്രി റോഷി അഗസ്റ്റിൻ, വൈസ് ക്യാപ്റ്റൻ MK പ്രിയൻ, മാനേജർ റോമിയോ സെബാസ്റ്റ്യൻ, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ, നേതാക്കളായ VR സുജി, VR ശശി, അനിൽ കുവപ്ലാക്കൽ, അഡ്വക്കേറ്റ് മനോജ് തോമസ്, രാജൻ നിറണാക്കുന്നിൽ, മാത്യു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു.
ജില്ലാ ആസ്ഥാന മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ വിസ തട്ടിപ്പ് നടത്തിയ പ്രതിയെ തട്ടിപ്പിനിരയായവരുടെ സഹായത്തോടെ ഇടുക്കി പോലീസ് പിടികൂടി. കോട്ടയം പുതുപ്പള്ളി സ്വദേശി പുളിക്കൽ റോയ് ജോസഫിനെയാണ് ചെറുതോണിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ലക്സംബർഗിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് നടപടി. കോട്ടയം പുതുപ്പള്ളി സ്വദേശി പുളിക്കൽ റോയി ജോസഫിനെയാണ് തട്ടിപ്പിനിരയായവരുടെ സഹായത്തോടെ ഇടുക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബേക്കറി, പാക്കിംഗ്, ഡ്രൈവിംഗ് തുടങ്ങിയ ജോലികൾ ലക്സംബർഗിൽ ലഭ്യമാക്കാമെന്ന വാഗ്ദാനത്തോടെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ഒരു വിസയ്ക്ക് 25 ലക്ഷം രൂപയാണ് ഇയാൾ ഈടാക്കിയിരുന്നത്. അഡ്വാൻസായി 10 ലക്ഷം രൂപ നൽകണം. പിന്നീട് നടപടികൾ പൂർത്തിയാകുമ്പോൾ 13 ലക്ഷം രൂപയും വിദേശത്തേക്ക് പോകുമ്പോൾ ബാക്കി 2 ലക്ഷം രൂപയും നൽകണമെന്ന വ്യവസ്ഥയിലാണ് പലരിൽ നിന്നും ഇയാൾ പണം വാങ്ങിയിരുന്നതെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. തൃശ്ശൂർ പെൺപിള്ളയുടെ കെയറോപ്പിലെ 2 കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാർ 6 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. കോട്ടയത്തുള്ളത് കിടപ്പേടം പണയം വെച്ചിട്ട് 15 ലക്ഷം രൂപ മൂന്ന് പേര് കൂടി കൊടുത്തിട്ടുണ്ട്. 15 ലക്ഷം രൂപ. ആ 15 ലക്ഷം രൂപ കൊടുക്കാതെ കൊണ്ട് 3 ലക്ഷം രൂപ ഇപ്പം ചിലവായിന്ന് അവർ ഇപ്പം എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടൻ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ലിസ്റ്റോടെ കൊടുക്കുന്നത്. പണം വാങ്ങുമ്പോൾ നോട്ടറി വക്കീൽ നൽകിയ രസീതുകളും ഇയാൾ നൽകും. 13 ലക്ഷം രൂപയുടെ ചെക്കും ഉദ്യോഗാർത്ഥികൾ നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. മണിയാറൻകുടിയിലെ 10ഓളം പേരിൽ നിന്ന് മാത്രം 87 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തതായും പോലീസ് പറഞ്ഞു. മണിയാറൻകുടിയിലെത്തിയ ഇയാൾ 2 യുവാക്കളെ കണ്ടുമുട്ടി അവർക്ക് സൗജന്യമായി വിസ വാഗ്ദാനം ചെയ്തു. ഇവരിലൂടെ മറ്റു ആളുകളിൽ നിന്ന് പണം വാങ്ങുകയായിരുന്നു. വീടും സ്ഥലവും പണയം വെച്ചും സ്വർണം വിറ്റുമാണ് പലരും പണം നൽകിയത്. വിസ ലഭിക്കാതായതോടെ വഞ്ചിക്കപ്പെട്ടവർ വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് പരസ്പരം ബന്ധപ്പെട്ടു. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇയാൾ ചെറുതോണിയിലെ ഒരു വക്കീൽ ഓഫീസിൽ 10 പേരിൽ നിന്ന് പണം വാങ്ങാൻ എത്തുമെന്ന വിവരം ലഭിച്ചു. തുടർന്ന് പല സ്ഥലങ്ങളിലായി കാത്തുനിന്നിരുന്ന ആളുകൾ ഓഫീസിലെത്തിയ പ്രതിയെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. പണം തിരികെ നൽകാൻ 1 മാസം സമയം ചോദിച്ചതോടെ പ്രശ്നം രൂക്ഷമായി. ഇതിനിടെ ഡൽഹിയിലുള്ള ഇയാളുടെ ഭാര്യ ജില്ലാ പോലീസ് മേധാവിയെ വിളിച്ച് ഭർത്താവിനെ തടഞ്ഞുവെച്ചതായി അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി റോയി ജോസഫിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാൾ വലിയ വിസ തട്ടിപ്പ് സംഘത്തിലെ കണ്ണിയായിരിക്കാമെന്നാണ് പോലീസിന്റെ സംശയം. പഞ്ചാബ്, ഡൽഹി എന്നിവിടങ്ങളിൽ ഓഫീസുണ്ടെന്ന് ഇയാൾ അറിയിച്ചിരുന്നു. മൂലമറ്റം, മണിയാറൻകുടി, കട്ടപ്പന, ഉപ്പുതറ, കോട്ടയം, മലപ്പുറം, തൊടുപുഴ, തൃശൂർ മേഖലകൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ ഇയാൾ വിസ വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പാചകവാതകം കിട്ടാനില്ലാതായതോടെ ഇടുക്കിയിലെ ടൂറിസം മേഖല പ്രതിസന്ധിയിൽ. ഇതോടെ മൂന്നാറിൽ വിവിധ ഹോട്ടലുകൾ അടച്ചു. മെനു വെട്ടിക്കുറച്ച് പ്രതിസന്ധി മറികടക്കാൻ ഒരുങ്ങുകയാണ് ഹോട്ടലുകൾ. വാണിജ്യാവശ്യങ്ങൾക്ക് പാചകവാതകം കിട്ടാതായതോടെയാണ് ഇടുക്കിയിലെ ടൂറിസം മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. മൂന്നാർ, ആനച്ചാൽ മേഖലകളിൽ വിവിധ ഹോട്ടലുകൾ അടച്ചുപൂട്ടി. നിലവിൽ പ്രവർത്തിക്കുന്നവ മെനുവിലെ പല വിഭവങ്ങളും വെട്ടിക്കുറച്ചാണ് പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഒരുങ്ങുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കിയ സ്ഥാപനങ്ങളുമുണ്ടെന്ന് ഉടമകൾ പറയുന്നു. 2 ദിവസമായി ഇവിടെ ഗ്യാസിന്റെ വിതരണം നിലച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ അത് കാരണം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാനുള്ള രീതിയിൽ പലപ്പോഴും നമ്മുടെ മെനു ഒന്ന് കട്ട് ഡൗൺ ചെയ്ത് ഗ്യാസ് ഉപയോഗം കുറച്ചിട്ടുള്ള ഡിഷസ്, അതായത് ഇപ്പോൾ തന്തൂരി ഡിഷസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചാർക്കോൾ മതി. അതുപോലെ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഡീപ്പ് ഫാറ്റ് ഫ്രയറിനോട്ട് മാറ്റിയിട്ട്, അതായത് ഗ്യാസ് ഉപയോഗിക്കാത്ത രീതിയിൽ ചെയ്ത് അങ്ങനെ പല രീതിയിൽ നോക്കുന്നുണ്ട്. മൂന്നാറിന്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികളും നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. വിദൂര മേഖലകളിൽ നിന്ന് എത്തുന്നവർ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണുള്ളത്. പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ വൻ തിരക്ക് അനുഭവപ്പെടുന്നതായും സംരംഭകർ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ഓഫ് ടൈമാണ്, കച്ചവടം കുറവുള്ള സമയമാണ്. ഇനിയിപ്പോൾ സീസൺ ഏപ്രിൽ മെയ് എന്ന് പറയുന്ന സീസൺ, ആ ഒരു പ്രതീക്ഷയാണ് ഇവിടെയുള്ള എല്ലാ കച്ചവടക്കാർക്കും. അത് ഇങ്ങനെ പോയാൽ അതുകൊണ്ട് നിന്ന് പോകും. കച്ചവടക്കാരുടെ ഗതിയിൽ ആകെപ്പാടെ വളരെ മോശമാണ്. ഈ മേഖലയിൽ ഇപ്പം 4 ഹോട്ടൽ അടച്ചിട്ടുണ്ട്. ആനച്ചാൽ സിറ്റിയിൽ 4 ഹോട്ടൽ. പാചകവാതക വിതരണം വരും ദിവസങ്ങളിൽ കാര്യക്ഷമമായില്ലെങ്കിൽ ടൂറിസം മേഖല നിശ്ചലമാകും. പാചകവാതക ക്ഷാമത്തിൽ വലഞ്ഞ ജനം. ഗ്യാസിന്റെ ലഭ്യതക്കുറവ് ഹോട്ടൽ വ്യവസായ മേഖലയെ പ്രതിസന്ധിയിലാക്കി. വാണിജ്യ ആവശ്യങ്ങൾക്ക് ഗ്യാസ് നൽകേണ്ടതില്ലെന്ന തീരുമാനം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഹോട്ടൽ വ്യവസായികൾ പറയുന്നു. പാചകവാതക പ്രതിസന്ധി മൂലം നിരവധി ഹോട്ടലുകൾ ഇതിനോടകം അടച്ചു. ഹോട്ടലുകൾക്ക് വാണിജ്യ സിലിണ്ടർ വിതരണം ചെയ്യേണ്ട എന്നാണ് കമ്പനികൾ ഏജൻസികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെയും പച്ചക്കറി, ഇറച്ചി, പലവ്യഞ്ജനം തുടങ്ങിയ വ്യാപാര മേഖലയെയും ഈ പ്രതിസന്ധി ബാധിച്ചു. ഹോട്ടലിലെ ഭക്ഷണത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇതോടെ ദുരിതത്തിലായി. ഗ്യാസ് വലിയ വിലയിൽ കരിഞ്ചന്തയിൽ വിൽക്കാനിടയാകുന്ന ഒരു സാഹചര്യം ഇതുപോലെ ഉണ്ടാക്കും. ഗാർഹിക ആവശ്യത്തിനായിട്ട് ഗവൺമെൻറ് കരുതിയിരിക്കുന്ന ഗ്യാസുകൾ ചില ആൾക്കാരെങ്കിലും വലിയ വിലയ്ക്ക് മറിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. ഹോട്ടൽ മേഖലയെ ആശ്രയിക്കുന്ന രോഗികളായിട്ടുള്ള
ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ലാത്ത നിലാരംബരായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ടെന്നിരിക്കെ ഹോട്ടൽ മേഖലയെ പൂർണ്ണമായിട്ടും ഗ്യാസ് കൊടുക്കേണ്ട, വാണിജ്യ ആവശ്യത്തിന് പൂർണ്ണമായിട്ടും ഗ്യാസ് കൊടുക്കേണ്ട എന്നുള്ള ഗവൺമെൻറ് തീരുമാനം തീർത്തും പ്രതിഷേധാർഹമാണ്. ഹോട്ടൽ മേഖലയും കൂടെ സംരക്ഷിച്ചുകൊണ്ട് ഗാർഹിക ആവശ്യത്തിന് ഗ്യാസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഹോട്ടൽ വ്യവസായത്തെയും കൂടെ സംരക്ഷിച്ച് ഹോട്ടൽ വ്യവസായത്തിനും ഗ്യാസ് കൊടുത്തുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കുകയും ഹോട്ടൽ മേഖലകളിൽ ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെ സംരക്ഷിക്കുകയും ഹോട്ടൽ മേഖല വഴി ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് വ്യവസായികളെ സംരക്ഷിക്കുകയും ഈ മേഖലകളിൽ ഭക്ഷണ ലഭ്യത മൂലം ഉണ്ടാകാവുന്ന പ്രതിസന്ധി പരിഹരിക്കുകയും ചെയ്യണം. പാചകത്തിനായി കൂടുതൽ ഗ്യാസ് വേണ്ടി വരുന്നതിനാൽ ഊണ് നൽകുന്ന പല കടകളും ഇത് നിർത്തിവെച്ചു. അപ്പപ്പോൾ തയ്യാറാക്കുന്ന വിഭവങ്ങളും ദോശ, അപ്പം പോലുള്ള നാടൻ വിഭവങ്ങളും ഹോട്ടലുകളിൽ നിന്നും കിട്ടാനില്ല. ഗ്യാസിന്റെ ലഭ്യത കുറഞ്ഞതോടെ കട്ടപ്പനയിലെ അടക്കം പല തട്ടുകടകളും പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. പാചകവാതകത്തിന്റെ ലഭ്യത സംബന്ധിച്ച് അനിശ്ചിതത നിലനിൽക്കെ ഗ്യാസ് ഗോഡൌണുകൾക്ക് മുന്നിൽ ആളുകളുടെ വലിയ തിക്കും തിരക്കും. ചക്കവള്ളം 6 മൈൽ ഭാരത് ഗ്യാസ് ഗോഡൌണിൽ സ്റ്റോക്ക് എത്തിയതോടെ ഏജൻസിക്ക് മുന്നിൽ രാവിലെ മുതൽ 100 കണക്കിന് ആളുകളാണ് തിങ്ങിക്കൂടിയത്. കുറച്ചു ദിവസങ്ങളിലായി മിക്ക ഏജൻസികളിലും ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞതും വരും ദിവസങ്ങളിൽ സിലിണ്ടറുകൾക്ക് ദൗർലഭ്യം നേരിടുമെന്ന ആശങ്കയും മൂലമാണ് ഏജൻസികൾക്ക് മുൻപിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ചക്കവള്ളം 6 മൈലിൽ പ്രവർത്തിക്കുന്ന ഭാരത് ഗ്യാസ് ഏജൻസിയിൽ സിലിണ്ടർ ലോഡ് എത്തിയതോടെ 100 കണക്കിന് ആളുകളാണ് ഏജൻസിക്ക് മുന്നിലെത്തിയത്. ഇതോടെ കുമ്മളി മൂന്നാർ സംസ്ഥാന പാതയിൽ വലിയ ഗതാഗത തടസ്സവുമുണ്ടായി. നിലവിൽ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് ക്ഷാമം ഇല്ലെന്നാണ് ഏജൻസികൾ നൽകുന്ന വിവരം. എന്നാൽ വലിയ ക്ഷാമമുണ്ടാകുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചതോടെയാണ് ഉപഭോക്താക്കൾ കൂട്ടത്തോടെ ഏജൻസികളിൽ എത്തുന്നത്. ഗ്രാമീണ മേഖലകളിൽ പാചകവാതക ബുക്കിംഗിന് 45 ദിവസത്തെ ഇടവേള വേണമെന്നുള്ള വാർത്തകൾ കൂടി വന്നതോടെ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഏജൻസിക്ക് മുന്നിൽ ആളുകൾ എത്തുമെന്നാണ് നിഗമനം. അതേസമയം വാണിജ്യ സിലിണ്ടറുകൾ ലഭ്യമല്ലാതായതോടെ അണക്കരയിലും മറ്റും ഹോട്ടലുകൾ അടച്ചു തുടങ്ങി. തോട്ടം തൊഴിലാളികളുടെ അടിസ്ഥാന ശമ്പളം നാമമാത്രമായി വർദ്ധിപ്പിച്ച സർക്കാരിന്റെയും തൊഴിൽ വകുപ്പിന്റെയും നിലപാടിൽ പ്രതിഷേധവുമായി INTUC ജില്ലാ നേതൃത്വം. നിലവിൽ 43 രൂപ വേതനവും 5 രൂപ പ്രത്യേക അലവൻസും ഉൾപ്പെടെ 48 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. മറ്റാവശ്യങ്ങൾ പരിഗണിക്കാതെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആരെയോ പ്രീതിപ്പെടുത്താനാണ് ചെറിയ തോതിൽ ശമ്പള വർധന നടപ്പാക്കിയതെന്നും നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്ലാന്റേഷൻ ഫെഡറേഷൻ INTUC 30 ആവശ്യങ്ങൾ ഉന്നയിച്ച ലേബർ കമ്മീഷണർക്ക് നോട്ടീസ് നൽകിയിരുന്നു. കഴിഞ്ഞ 7 മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അടിസ്ഥാന ശമ്പളം 100 രൂപ വർദ്ധിപ്പിക്കണമെന്നും ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി വർധന നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മന്ത്രി ഏകപക്ഷീയമായ വർധനയാണ് പ്രഖ്യാപിച്ചത്. നിലവിൽ 43 രൂപ വേതനവും 5 രൂപ പ്രത്യേക അലവൻസും ഉൾപ്പെടെ 48 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. മറ്റാവശ്യങ്ങൾ പരിഗണിക്കാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആരെയോ പ്രീതിപ്പെടുത്താനാണ് ചെറിയ തോതിൽ ശമ്പള വർധന നടപ്പാക്കിയതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. തോട്ടം തൊഴിലാളികൾക്ക് അടിസ്ഥാന ശമ്പളം കിട്ടേണ്ട സമയം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 3 മാസം കഴിഞ്ഞിരിക്കുക. അങ്ങനെ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും സർക്കാരും തോട്ട ഉടമകളും ഇതിന് തയ്യാറാകാത്തതിൻ്റെ കാലതാമസം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ INTUC സ്റ്റേറ്റ് കമ്മിറ്റി, ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് PJ ജോയി അവർ അതിനകത്ത് ഒരു മെമ്മോറണ്ടം കൊടുത്തു. തൊഴിലാളികൾക്ക് ന്യായമായ ഒരു ശമ്പളം വർദ്ധിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ കാലാകാലങ്ങളിലെ INTUC ആവശ്യപ്പെടുന്ന ശമ്പളം എന്ന് പറയുന്നത് ഒരു ദിവസം തൊഴിലാളികൾക്കുള്ള വേതനം 100 രൂപ എങ്ങനെയാലും കിട്ടണമെന്നാണ് നമ്മൾ വ്യവസ്ഥയിൽ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങോട്ട് കൂടുതലായിട്ട്. എന്നാൽ സർക്കാർ അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം തൊഴിലാളികളെ കവിൾപ്പിക്കുകയും കള്ളത്തരം പറഞ്ഞ് മാറുകയായിരുന്നു. INTUC പ്രതിനിധികളായ PJ ജോയി, AK മണി, VR പ്രതാപൻ, PP അലി എന്നിവർ ഇതിനെതിരെ വിയോജനം രേഖപ്പെടുത്തി ഒപ്പുവയ്ക്കാതെ ഇറങ്ങിപ്പോന്നിരുന്നു. സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരെ ജില്ലയിൽ സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ, പ്ലാന്റേഷൻ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് G മുനിയാണ്ടി, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി രാജു PB, നെടുങ്കണ്ടം റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് അമ്പിളിവിലാസം, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു, M മുത്തുരാജ് എന്നിവർ പങ്കെടുത്തു. ദുബായിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന കട്ടപ്പന സ്വദേശി ബിനോജിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ജനകീയ സമിതി രംഗത്ത്. ഇതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ബിനോജ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു.
കട്ടപ്പന നഗരസഭയിൽ അമ്പലക്കവലയിൽ താമസിക്കുന്ന ബിനോജ് ബാലൻ പുത്തമ്പുരയ്ക്കൽ എന്ന യുവാവ് ദുബായിൽ വെച്ച് അസുഖബാധിതനാവുകയും അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമേ പ്രതിവിധിയുള്ളൂ എന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതുവരെയും അദ്ദേഹത്തിന് ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ശസ്ത്രക്രിയ ദുബായിൽ അസാധ്യമായതുകൊണ്ട് രോഗിയെ എയർ ആംബുലൻസിൽ കേരളത്തിലെത്തിക്കുന്നതിനും തുടർ ചികിത്സകൾ നടത്തുന്നതിനും വലിയ തുക ആവശ്യമാണ്. നിസ്സഹായരായ ഭാര്യയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും മാത്രമാണ് ഇവിടെയുള്ളത്. ഇതോടെ ബിനോജിന്റെ ചികിത്സയ്ക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ ജനകീയ സമിതിക്ക് രൂപം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ചെയർമാനും മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ കൺവീനറുമാണ്. അവിടെ ഇപ്പോൾ അവിടുത്തെ മലയാളി സംഘടനകളും ഒക്കെ നോക്കിയാണ് അവിടുത്തെ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മാസത്തിനിടയിൽ കാര്യമായ ഒരു പുരോഗതി കാണാത്ത സാഹചര്യം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏക പോംവഴി. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരണമെങ്കിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവരാനായിട്ട് കഴിയൂ. അതുകൊണ്ട് അതിന് വേണ്ട ഒരു ചികിത്സാ നിധി ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിലെ എല്ലാ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനയുടെയും എല്ലാ ഭാരവാഹികളെ വിളിച്ച് നമ്മളൊരു യോഗം ചേരുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ വെച്ച് തന്നെ നമുക്ക് 10 ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു 2-3 ദിവസം കൊണ്ട് ബാക്കി ആവശ്യമായിട്ട് വരുന്ന 20 ലക്ഷം രൂപയും കൂടി സമാഹരിച്ച് ഈ ആഴ്ച അവസാനത്തേക്ക് വിനോദിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യണം എന്നുള്ളതാണ് ഈ കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശനിയാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ ഈ ഒരു 30 ലക്ഷം രൂപ നമുക്ക് പൂർണ്ണമായും നമുക്ക് സമാഹരിക്കാൻ കഴിയണം. ചികിത്സാ ധനസഹായത്തിന് യൂണിയൻ ബാങ്ക് കട്ടപ്പന ശാഖയിൽ ബിനോദ് ചികിത്സാ നിധി എന്ന പേരിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. നിസ്സഹായാവസ്ഥയിലായ ഈ കുടുംബത്തിന് തണലേകാൻ ഓരോരുത്തരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നതായി ചെയർമാൻ ജോയി വെട്ടിക്കുഴി, കൺവീനർ ബിജു മാധവൻ എന്നിവർ അറിയിച്ചു. ജില്ലയിൽ തൊടുപുഴയിലും ഇടുക്കിയിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന. ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിലവിൽ ഇടുക്കിയിലെ 5 സീറ്റും ഐക്യജനാധിപത്യ മുന്നണിക്ക് നേടാൻ സാധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും തോമസ് പെരുമന പറഞ്ഞു. ജില്ലയിലെ നിലവിലെ സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് 5 സീറ്റുകളും ജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് മത്സരിച്ചു വരുന്ന സീറ്റാണ്. കേരള കോൺഗ്രസ് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ്. ഈ സീറ്റ് യാതൊരു കാരണവശാലും കൈമാറാനോ വിട്ടുകൊടുക്കാനോ കേരള കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുകയില്ല. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കും UDF-ന് വേണ്ടി. കൊന്നത്തടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയോഗിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. നിലവിൽ 3 സ്ഥിര ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരും വേണ്ടെടുത്ത് 1 സ്ഥിരം ഡോക്ടറും 1 താൽക്കാലിക നിയമനത്തിനുള്ള ഡോക്ടറുമാണ് ഉള്ളത്. 300ഓളം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ അധികൃതർ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഏറെ ജനസാന്ദ്രതയുള്ള കൊന്നത്തടി പഞ്ചായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും സാധാരണ ജനങ്ങളും ആശ്രയിക്കുന്ന ആശുപത്രിയാണ് കൊന്നത്തടി കുടുംബാരോഗ്യ കേന്ദ്രം. ശരാശരി 300ഓളം പേർ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. എന്നാൽ വേണ്ടത്ര ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തത് ചികിത്സ തേടിയെത്തുന്നവർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. വൈകിട്ട് 4 മണിവരെ OP വിഭാഗം പ്രവർത്തിക്കുന്ന കൊന്നത്തടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 3 സ്ഥിര ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരും വേണമെങ്കിലും നിലവിൽ മെഡിക്കൽ ഓഫീസറുടെ ചുമതലയുള്ള ഒരു ഡോക്ടറും കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുള്ള മറ്റൊരു ഡോക്ടറുമാണുള്ളത്. അതിൽ 2 ഡോക്ടർ ഡ്യൂട്ടിക്കുണ്ടെന്ന് പറയും. പക്ഷേ ഒരു ഡോക്ടർ ഉണ്ടാവില്ല. എന്നും ഒരു ഡോക്ടർ ഉണ്ടാവും. ഒരു ഡോക്ടർ എന്നും ഓഫീസ് ആവശ്യത്തിന് വേണ്ടി പോകും. അപ്പോൾ ഇത് ജനങ്ങൾ മടുത്തു. ആകെ ഒരു ആശ്രയമാണ് ഈ പഞ്ചായത്തിൻ്റെ ഈ പ്രാഥമിക കേന്ദ്രം. സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിലവിൽ ഞങ്ങൾ പല പ്രാവശ്യം DMO എടുത്ത് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മന്ത്രിയെ വിളിച്ചു വിവരം പറഞ്ഞു. പലരും ഇന്ന് വേണ്ടപ്പെട്ട അധികാരികളെ മുഴുവൻ വിളിച്ചു വിവരം പറഞ്ഞു. പക്ഷേ ജനങ്ങൾക്ക് ഇത്രയേറെ സൗകര്യം ഇല്ലാത്തൊരു ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ കൊന്നത്തടി പഞ്ചായത്തിൻ്റെ ആകെ ആശ്രയമാണ്. കിടക്കാനുള്ള എല്ലാ സൗകര്യമുള്ള കെട്ടിടങ്ങളുണ്ട്, ബെഡുകളുണ്ട്. ഒരു ഡോക്ടറാണ് മിക്കവാറും കാണുക. ഈ 2 പേര് മരുന്ന് കൊടുക്കുന്നത് 5 മണിയായാൽ തീരില്ല. ഇവിടെ ന്യായമായ രീതിയിൽ മനുഷ്യന് ചികിത്സിക്കാൻ പറ്റിയൊരു അവസരം ഉണ്ടായില്ലെങ്കിൽ BJP ശക്തമായിട്ട് പ്രതിഷേധമായിട്ട് ഞങ്ങളിവിടെ ഉണ്ടാവും. മരുന്ന് നൽകുന്നതിനായി ഫാർമസിയിൽ ജീവനക്കാരുടെ കുറവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഔദ്യോഗിക കാര്യങ്ങൾക്കായി പലപ്പോഴും മെഡിക്കൽ ഓഫീസർ പോകേണ്ടി വരുമ്പോൾ രോഗികൾ വലിയ പ്രതിസന്ധിയിലാവും. ഡോക്ടർമാർ ഉൾപ്പെടെ നിലവിലുള്ള ജീവനക്കാരിൽ നിന്ന് മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്നുണ്ടെങ്കിലും കുറവുള്ള മറ്റ് ജീവനക്കാരെ കൂടി നിയമിച്ച ആശുപത്രിയുടെ സേവനം നാട്ടുകാർക്ക്
പ്രയോജനപ്രദമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. പട്ടികവർഗ വികസന വകുപ്പിന്റെ 2024-25 വർഷത്തെ കോർപ്പസ് ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ചിയാർ അഞ്ചുരുളി ഉന്നതിയിൽ 1,47,00,000 രൂപ മുടക്കി നിർമ്മിക്കുന്ന റോഡ് വികസനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ 2024-25 വർഷത്തെ കോർപ്പസ് ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചുരുളി ഉന്നതിയിൽ 1,47,144 രൂപ റോഡ് വികസനത്തിനായി അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ വനംവകുപ്പിന്റെ NOC ലഭിച്ചിട്ടുള്ള റോഡ് 3 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി ടെൻഡർ നടപടിയും പൂർത്തീകരിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് മുഖേന നടപ്പിലാക്കുന്ന ഈ പ്രവൃത്തികളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് അഞ്ചുരുളി ഉന്നതിയിൽ നടന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. ഫോറസ്റ്റിൽ നിന്ന് NOC ലഭ്യമാക്കി ഏകദേശം 2 കിലോമീറ്ററിലേറെ ദൂരം റോഡ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിൻ്റെ ബാക്കി ഭാഗം കൂടി റോഡ് നമുക്ക് ചെയ്യണം. ഞാൻ മനസ്സിലാക്കുന്നിടത്തെങ്കിൽ 10-15 വർഷക്കാലമായി നമ്മൾ ഉപയോഗിക്കുന്ന റോഡാണ്. അതിന് തടസ്സങ്ങളൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കോർപ്പസ് ഫണ്ടോ മറ്റിതര ഫണ്ടുകളോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി തീർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. ഇനിയൊരു ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടിൽ സാധ്യതകളും സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ വഴിതെളിക്കുമ്പോൾ ഈ റോഡ് പൂർത്തീകരിച്ചതിന് ശേഷം ഈ വഴി വരാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രൊജക്ട് ഓഫീസർ G. അനിൽകുമാർ, അഞ്ചുരുളി ഉന്നതി ഊരുമൂപ്പൻ അയ്യപ്പൻ SV, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, കാഞ്ചിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രതീഷ് KV, MV കുര്യൻ, PJ സത്യപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. അംബേദ്കർ നഗരവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ചിയാർ കോടാലിപ്പാറ ഉന്നതിയിൽ നിർമ്മിക്കുന്ന വിവിധ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സ്വരാജ് കോടാലിപ്പാറ ഉന്നതി കമ്മ്യൂണിറ്റി ഹാളിൽ വിവിധ വികസന പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ചിയാർ കോടാലിപ്പാറ ഉന്നതിയിൽ 2022-23 വർഷത്തെ അംബേദ്കർ നഗരവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുക്കുകയും ജില്ലാ നിർമ്മിതി കേന്ദ്രം മുഖേന പദ്ധതി നടപ്പിലാക്കുന്നതിനായി ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹാൾ മെയിൻ്റനൻസ്, വൈദ്യുതീകരണം, ടോയ്ലറ്റ് മെയിൻ്റനൻസ്, ഓട നിർമ്മാണം, ഭവന പുനരുദ്ധാരണം, റോഡ് നിർമ്മാണം തുടങ്ങിയ പദ്ധതികളാണ് ഉന്നതിയിൽ നടപ്പിലാക്കുന്നത്. കോടാലിപ്പാറ ഉന്നതി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വിവിധ വികസന പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നമ്മളിങ്ങോട്ടേക്കുള്ള റോഡ് അടിസ്ഥാന വികസനത്തെ മാറ്റങ്ങൾ പഴയതിനേക്കാളൊക്കെ എത്ര ശക്തമായിരിക്കും. നമ്മുടെ കുട്ടികൾ പഴയതിനേക്കാൾ നല്ല നിലയിൽ പഠിക്കാൻ പോകുന്ന നല്ല അന്തരീക്ഷം ഉണ്ടാവും. മുരിക്കാട്ടുകുടി സ്കൂള് ട്രൈബൽ സ്കൂള് എന്നാണല്ലോ അതിൻ്റെ പേര് തന്നെ. അപ്പോൾ ഒരു ഘട്ടത്തിൽ എത്രയോ ആൾക്കാരുടെ ആഗ്രഹമായിരുന്നു ഈ പ്രദേശവാസികളായിട്ടുള്ള വിഭാഗങ്ങൾക്കെല്ലാം പഠിക്കാനൊരു സ്കൂളുണ്ടാകണം. ആ സ്കൂളിനെ ഇന്ന് നമ്മൾ നവീകരിച്ച് ഒരുപക്ഷെ ട്രൈബൽ സ്കൂൾ എന്ന പേര് തന്നെ മാറ്റാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാൻ കാരണം ആ പാരമ്പര്യവും സംസ്കാരവും എല്ലാം നമ്മുടെ നാട് എന്നും പുലർത്തണം. ഇന്ന് ആ സ്കൂൾ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ വിരലിലുണ്ടാവുന്ന സ്കൂളുകളുടെ എണ്ണത്തിലേക്ക് വന്നു. 15.5 കോടി രൂപയാണ് ആ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞത്. ഉദ്ഘാടന ചടങ്ങിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിലിൻ തോമസ്, DTPC പ്രൊജക്ട് ഓഫീസർ G. അനിൽകുമാർ, ജില്ലാ നിർമ്മിതി പ്രൊജക്ട് എഞ്ചിനീയർ ബിജു S, ഊരുമൂപ്പൻ രവി TC, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ആവശ്യങ്ങൾക്കൊടുവിൽ കുർത്തിക്കുടി ആദിവാസി ഉന്നതിയിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. അടിമാലിയിൽ നിന്നും KSRTCയുടെ ആദ്യ സർവീസ് കുർത്തിക്കുടി ഉന്നതിയിലേക്ക് പുറപ്പെട്ടു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശമാണ് കുർത്തിക്കുടി. മാങ്കുളം പെരുമ്പൻകുത്ത് വഴിയാണ് കുർത്തിക്കുടിയിലേക്കുള്ള ബസ് യാത്ര. കുർത്തിയിലെത്തിയ ശേഷം അന്ന് തന്നെ ബസ് തിരികെ അടിമാലിക്ക് വരും വിധമാണ് ആദ്യ ബസ് സർവീസിന്റെ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. കുർത്തിയിലേക്ക് ബസ് സർവീസ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ഉന്നതിയിലെ കുടുംബങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉന്നതിയിലേക്ക് ബസ് സർവീസ് അനുവദിച്ച KSRTCയുടെ ഇടപെടൽ ഉണ്ടായത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെട്ട ആദിവാസി ഉന്നതിയാണ് കുർത്തിക്കുടി. മുതുവാൻ സമുദായക്കാരായ നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിച്ചു വരുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമെങ്കിലും മാങ്കുളം ടൗണുമായിട്ടാണ് കുർത്തിക്കുടിയിലെ കുടുംബങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി ബന്ധപ്പെടുന്നത്.
മാങ്കുളം വഴി ബസ് സർവീസ് അനുവദിക്കപ്പെട്ടാൽ തങ്ങളുടെ പുറം ലോകത്തേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാകുമെന്ന് ഉന്നതിയിലെ കുടുംബങ്ങൾ പറയുന്നു. മുമ്പ് കുർത്തിക്കുടി ഉന്നതിയിലേക്ക് യാത്രായോഗ്യമായ റോഡ് ഉണ്ടായിരുന്നില്ല. എന്നാൽ മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരുമ്പൻകുത്ത് മുതൽ ആദിവാസി ഉന്നതിയുടെ തൊട്ടരികിൽ വരെ ഇപ്പോൾ യാത്രായോഗ്യമായ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞു. ഇതോടെയാണ് കുർത്തിക്കുടിയിലേക്കും KSRTC ബസ് സർവീസ് സാധ്യമായത്. പീരുമേട് പഴയ പാമ്പനാറ്റിൽ നിയന്ത്രണം നഷ്ടമായ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. ദേശീയപാത 183 കല്ലാർക്കവലയ്ക്കും പഴയ പാമ്പനാറിനുമിടയിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണം നഷ്ടമായ കാർ 50 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. എരുമേലി സ്വദേശികളായ 2 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നും എരുമേലിയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കിഴക്കൻ കാൽവരി എന്നറിയപ്പെടുന്ന എഴുകുംവയൽ കുരിശുമലയിൽ വലിയ നോമ്പിലെ 4ാമത്തെ വെള്ളിയാഴ്ച കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ മലകേറി. കുരിശുമലയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് നരിതോക്കിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 9:30 മലയടിവാരത്തുള്ള ടൗൺ കപ്പേളിയിൽ നിന്നും ആരംഭിച്ച പീഡാനുഭവ യാത്രയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കുരിശുമലയിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും തുടർന്ന് മുഴുവൻ വിശ്വാസികൾക്കും നേർച്ചക്കഞ്ഞിയും ഒരുക്കിയിരുന്നു. വൈകുന്നേരം മലയടിവാരത്തുള്ള ടൗൺ കപ്പേളിയിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിക്ക് തീർത്ഥാടക ദേവാലയ ഡയറക്ടർ ഫാദർ ജോസഫ് ചുനീൻമാക്കൽ നേതൃത്വം നൽകി. വലിയ നോമ്പുകാലത്ത് രാത്രികാലങ്ങളിലും കുരിശുമല കയറി പ്രാർത്ഥിക്കുന്നതിനും വിശുദ്ധ രൂപങ്ങൾ സന്ദർശിക്കുന്നതിനും സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. 40ാം വെള്ളിയാഴ്ച ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നേതൃത്വം നൽകുന്ന ഇടുക്കി രൂപതാ കന്നഡ തീർത്ഥാടനം കുരിശുമലയിലേക്ക് നടക്കും. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 5 മണി മുതൽ കട്ടപ്പനയിൽ നിന്നും രാവിലെ 7 മണി മുതൽ നെടുങ്കണ്ടത്തു നിന്നും KSRTCയും സ്വകാര്യ ബസ്സുകളും കുരിശുമലയിലേക്ക് സർവീസ് നടത്തുന്നതാണെന്നും തീർത്ഥാടക ദേവാലയ ഡയറക്ടർ ഫാദർ ജോസഫ് ചുനൈമാക്കൽ അറിയിച്ചു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്തെന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴെയിറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആർക്ക് വിവരിക്കുവാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തുമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. യാക്കോബായ സുറിയാനി സഭ രാജകുമാരി മേഖല 18ാമത് സുവിശേഷ മഹായോഗത്തിനും സംഗീത വിരുന്നിനും തുടക്കമായി. 4 ദിവസങ്ങളിലായി രാജകുമാരി ഗലീല കുന്ന് സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയങ്കണത്തിലാണ് സുവിശേഷ മഹായോഗം നടക്കുന്നത്. ഹൈറേഞ്ച് മേഖല മെത്രാപോലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്തു. യാക്കോബായ സുറിയാനി സഭ അങ്കമാലി ഭദ്രസനത്തിലെ ഹൈറേഞ്ച് മേഖലയിൽ രാജകുമാരി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന 8 പള്ളികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന രാജകുമാരി മേഖല 18ാമത് സുവിശേഷ മഹായോഗത്തിനും ഹെവൻലി വോയിസിന്റെ സംഗീത വിരുന്നിനുമാണ് തുടക്കമായത്. ഹൈറേഞ്ച് മേഖല മെത്രാപോലിത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് തിരി തെളിച്ചതോടെ സുവിശേഷ മഹായോഗത്തിന് തുടക്കമായി. ലോകം യുദ്ധഭീതിയിലാണെന്നും യുദ്ധം അവസാനിക്കാനും ലോകത്ത് സമാധാനം നിലനിൽക്കാനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ മോശമായ ഒരു അന്തരീക്ഷമാണ്, സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. പ്രകൃതി നമുക്കെതിരായിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ളതായ യുദ്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനും തമ്മിലുള്ളതായ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റു രാജ്യങ്ങളും ഇറാനും അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന്
യുദ്ധങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അങ്ങനെ ചെയ്യുമ്പോൾ മറുഭാഗത്ത് ആശയില്ലാത്ത അവസ്ഥയിലേക്ക് യുദ്ധം പോവുകയാണ്. ഉദ്ദേശിച്ചതൊന്നും നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കണമെന്ന് ഈ ഭൂമണ്ഡലത്തിലെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുകയാണ്. യുദ്ധം അവസാനിക്കണം. ഇന്നിപ്പോ മുതൽ പാചകവാതകത്തിന്റെ ദൗർബല്യം വർദ്ധിച്ചിരിക്കുന്നു, ഇന്ധനങ്ങളുടെ ദൗർബല്യം വർദ്ധിച്ചിരിക്കുന്നു, കരുതൽ സ്റ്റോക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും കരുതൽ സ്റ്റോക്ക് എടുക്കത്തില്ല. ഈ പ്രാവശ്യം കരുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എടുക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് മാധ്യമങ്ങളുടെ അറിവിൽ കിട്ടി. അവരത് പറയുകയുണ്ടായി. യുദ്ധം മുന്നോട്ട് പോകുന്നതോറും അത് പല മേഖലകളെയും അത് ബാധിക്കും. 15 സുവിശേഷ മഹായോഗം സമാപിക്കും. വിവിധ വൈദികർ ഈ ദിവസങ്ങളിൽ വചനപ്രഘോഷണം നടത്തും. സുവിശേഷ മഹായോഗത്തിന് മുന്നോടിയായി മെത്രാപ്പോലീത്ത ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ ആദരിച്ചു. സുവിശേഷ മഹായോഗത്തോടനുബന്ധിച്ച് 1000-ഓളം വിശ്വാസികൾക്കുള്ള ഇരിപ്പിടവും വാഹന പാർക്കിംഗും ക്രമീകരിച്ചിട്ടുണ്ട്. ജനറൽ കൺവീനർ ഫാദർ ബേസിൽ കെ ഫിലിപ്പ് കൊറ്റിക്കൽ, കൺവീനർ ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ, സമീപ ഇടവകകളിലെ വൈദികർ, സെക്രട്ടറി PA ബിനോയ് പടയാട്ടിൽ, ട്രഷറർ ജോർജ് CP ചവറ്റുകുഴി, ബിജു ഐസക് അമ്പഴച്ചാലിയ തുടങ്ങിയവർ നേതൃത്വം നൽകും. ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ ഉപ്പുതോട് വില്ലേജ് ഓഫീസർ ജോസ് സെബാസ്റ്റ്യനെ കോൺഗ്രസ് മരിയാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് ദേവസ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് വില്ലേജ് ഓഫീസറെ അനുമോദിച്ചത്. നാട്ടിലെ ജനങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുകൂല നിലപാടുകൾ എടുക്കുന്ന നല്ല മനസ്സിനുടമയായ വില്ലേജ് ഓഫീസർ ജോസ് സെബാസ്റ്റ്യനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മരിയാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ എന്നിവർ ചേർന്ന് ഓഫീസറെ പൊന്നാട അണിയിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യിൽ എന്നിവർ വില്ലേജ് ഓഫീസർ ജോസ് സെബാസ്റ്റ്യന് മൊമന്റോ നൽകി. നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും അടിയന്തര പ്രാധാന്യമായി കാണേണ്ട ആളുകളാണ് വില്ലേജ് ഓഫീസർ, അതുപോലെ തന്നെ ഗ്രാമസേവകൻ ഉൾപ്പെടെയുള്ള തസ്തികകളിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ, അവരുമായി അടുത്തിടപഴകുന്നവർ. ജീവിതസ്പർശിയായ ഒട്ടേറെ കാര്യങ്ങൾക്ക് അനുദിനമെന്ന വണ്ണം പരിഹാരം കാണേണ്ടവരുമായിട്ടുള്ള ആളുകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾക്ക് അഭിമാനമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട ജോസാറ്, പ്രിയപ്പെട്ട NGO അസോസിയേഷൻ്റെ സംഘടനയുടെ ഭാഗമാണ്. ഭരണപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഒക്കെ ഏത് പാർട്ടിയിലും സംഘടനയിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഉറച്ചു നിന്ന ഒരാളെന്ന നിലയിൽ ഈ അവാർഡിന് അർഹനായതിനുള്ള ഏറ്റവും ഹൃദയമായ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി തങ്കച്ചൻ, ജിജി അഴകത്ത്, നേതാക്കളായ MT തോമസ്, തങ്കച്ചൻ അമ്പാട്ടുകുഴി, വിജയൻ കല്ലിങ്കൽ, തങ്കച്ചൻ വേമ്പേനി, ബേബി ചൂരക്കുഴി, CDS ചെയർപേഴ്സൺ ഷൈബി ജിജി, റോയി ഇടശ്ശേരിക്കുന്നേൽ, ജിമ്മി പള്ളിക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ 6 വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം. അർഹരായ വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ വീതം ലഭിച്ചു. വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവ് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2022-23 അധ്യയന വർഷത്തിലെ 1000 വിദ്യാർത്ഥികളെയും 2023-24 അധ്യയന വർഷത്തിലെ 1000 വിദ്യാർത്ഥികളെയുമാണ് സ്കോളർഷിപ്പിനായി തിരഞ്ഞെടുത്തത്. ആകെ 2000 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഡിഗ്രി പരീക്ഷയിൽ 75% കൂടുതലുള്ള മാർക്കും കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെ ഉള്ള വിദ്യാർത്ഥികളെയുമാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. ഞങ്ങളോടൊപ്പം തന്നെ ഈ കോളേജിൽ നിന്ന് മൊത്തം 6 കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അർഹത നേടിയത്. എല്ലാവരും ഈ കോളേജ് ഗ്രൂപ്പിൽ നമുക്കിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോളേജിൽ തന്നെ. അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്തത്. ക്രൈറ്റീരിയ ഇപ്പം ഇൻകം 2 ലക്ഷത്തിൽ താഴെ വരുന്ന 75% മുകളിൽ മാർക്കുള്ള കുട്ടികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ അപ്ലൈ ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് കോളേജിൽ നിന്ന് തരുന്ന സപ്പോർട്ടും പഠിക്കാനായാലും അല്ലാതെ എല്ലാവിധ കാര്യങ്ങളും ചെയ്യാനായാലും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നിന്ന് ഇക്കണോമിക്സ് വിഭാഗത്തിലെ ആൽമിസ് ഫിലിപ്പ്, അഞ്ജു സിബി, കാർത്തിക് രാജൻ, കെമിസ്ട്രി വിഭാഗത്തിലെ എലിസബത്ത് ജോസഫ്, കൊമേഴ്സ് വിഭാഗത്തിലെ ബേസിൽ ബിജു, ഗണിതശാസ്ത്ര വിഭാഗത്തിലെ മിത്ര ബി ചന്ദ്ര എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച നേട്ടം അഭിമാനകരമാണെന്ന് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു.
കട്ടപ്പന ഗവൺമെൻറ് കോളേജ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ സ്കോളർഷിപ്പ് 6 കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപ വീതമാണ് സ്കോളർഷിപ്പ് തുക. കുട്ടികളുടെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും തന്നെ ഓരോ കുട്ടികൾക്ക് കിട്ടിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവ് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഗവൺമെൻറ് കോളേജ് കട്ടപ്പനയ്ക്ക് ഇങ്ങനെയൊരു നേട്ടം സാധിക്കാൻ കഴിഞ്ഞതിൽ. അതിനുവേണ്ടി സ്കോളർഷിപ്പിൻ്റെ നോഡൽ ഓഫീസറായിട്ടുള്ള ഞാനും ഒപ്പം തന്നെ എൻ്റെ ടീമും വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന ഒപ്പം തന്നെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് വന്നിട്ടുള്ള, അതായത് 2.5 ലക്ഷം വരെ വാർഷിക വരുമാനത്തിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇങ്ങനൊരു സ്കോളർഷിപ്പ് നൽകുന്നത്. അവർക്ക് ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് അവർക്ക് PG പഠനത്തിനോ മറ്റ് പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോകാൻ വേണ്ടി 1 ലക്ഷം രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക് ഓൾറെഡി ഇപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുരസ്കാരം വിതരണം ചെയ്തു. പുരസ്കാരത്തോടൊപ്പം ലഭിക്കുന്ന സ്കോളർഷിപ്പ് തുക അർഹരായ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിച്ചു. തൂക്കുപാലം പബ്ലിക് മാർക്കറ്റ് നിർമ്മാണത്തിനായി 4 കോടി രൂപ വകയിരുത്തി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. ആകെ 45.34 കോടി രൂപ വരവും 45.21 കോടി രൂപ ചിലവും 12.58 ലക്ഷം രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന അനിൽകുമാർ അവതരിപ്പിച്ചത്. മാർക്കറ്റിൽ ആധുനിക കൺവെൻഷൻ സെന്റർ ഉൾപ്പെടെ 25,000 ചതുരശ്ര അടിയിൽ മാർക്കറ്റ് പൂർത്തീകരിക്കുന്നതിനായാണ് 4 കോടി രൂപ വകയിരുത്തിയിട്ടുള്ളത്. കമ്മ്യൂണിറ്റി ഹാളുകളുടെ അറ്റകുറ്റപ്പണിക്കായി 32 ലക്ഷം രൂപയും പാലിയേറ്റീവ് പരിചരണത്തിന് 13 ലക്ഷം രൂപയും വൃക്കരോഗികളുടെ ഡയാലിസിസിന് 4 ലക്ഷം രൂപയും വകയിരുത്തി. കളിസ്ഥലവും കോർട്ടിനുമായി 15 ലക്ഷം രൂപയും കൂട്ടാർ കേന്ദ്രീകരിച്ച് ഹാപ്പിനെസ് പാർക്ക് നിർമ്മാണത്തിനായി 10 ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്ക് 90 ലക്ഷം രൂപയും മാറ്റിവെച്ചു. രാമക്കൽമേട്ടിൽ ടൂറിസം വികസനത്തിനായി 25 ലക്ഷം രൂപയും സ്ട്രീറ്റ് ലൈറ്റുകളുടെ വിന്യാസത്തിന് 15 ലക്ഷം രൂപയും അടിയന്തര ദുരന്ത പ്രതിരോധ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കായി 17 ലക്ഷം രൂപയും മാലിന്യ നിർമ്മാർജ്ജനത്തിനായി 20 ലക്ഷം രൂപയും വകയിരുത്തി. ഭിന്നശേഷിയുള്ളവരുടെ സ്പീച്ച് ഒക്കുപേഷൻ തെറാപ്പി കൗൺസിലിംഗിനായി 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഇവരുടെ തൊഴിൽ സംരംഭങ്ങൾക്കായി 1.8 ലക്ഷം രൂപ കൂടി മാറ്റിവെക്കുന്നു. ഭിന്നശേഷി സ്കോളർഷിപ്പിന് 17.6 ലക്ഷം രൂപ നീക്കി വച്ചിരിക്കുന്നു. അംഗൻവാടിയിൽ പോഷകാഹാരം ഉൾപ്പെടെയുള്ള അംഗൻവാടി വഴിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 48 ലക്ഷം രൂപ അനുവദിക്കുന്നു. ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലെ സ്ട്രീറ്റ് ലൈറ്റ് മിനിമാസ് ലൈറ്റുകളുടെ സ്ഥാപനത്തിന് 15 ലക്ഷം രൂപ അനുവദിക്കുന്നു. കൂടാതെ അടിയന്തര ദുരന്ത പ്രതിരോധ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കായി പെർഫോമൻസിന് ഇൻസെന്റീവ് ഗ്രാന്റ് ഇനത്തിൽ 17 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ അടുത്ത വർഷത്തെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി 20 ലക്ഷം രൂപ അനുവദിക്കുന്നു. പുതിയ MCF കെട്ടിടം ഈ ബഡ്ജറ്റ് വർഷം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS ബിനുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബജറ്റ് സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാത്തുക്കുട്ടി മറ്റപ്പള്ളി, ബീന പ്രസാദ്, ജെയ്മോൻ നെടുവേലി, PT വർക്കി, KN മധുസൂദനൻ, സുനിൽ കൊല്ലക്കാട്ട്, സെക്രട്ടറി P ബ്രൈറ്റ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു. അടിമാലി അപ്സരാക്കുന്ന് തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊടുംവളവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കയറ്റം കുറച്ച് വീതി കൂട്ടി കൊടുംവളവിലെ അപകട സാധ്യത കുറയ്ക്കുകയാണ് ലക്ഷ്യം. നിർമ്മാണ ജോലികൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. അടിമാലിയിൽ നിന്നും കുരങ്ങാട്ടി, പീച്ചാട്, മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരക്കുന്ന് തലമാലി റോഡ്. ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യതയേറെയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടും വളവും സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്താണ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചിട്ടുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഈ ഭാഗത്തെ നിർമ്മാണ ജോലികൾക്കായി തുക വകയിരുത്തിയിരുന്നു. കയറ്റം കുറച്ച് വീതി കൂട്ടി കൊടുംവളവിലെ അപകട സാധ്യത കുറയ്ക്കുകയാണ് ഇപ്പോഴത്തെ നിർമ്മാണ ജോലികളുടെ ലക്ഷ്യം. അടിമാലി തലമാലി റോഡ് എന്ന വർക്ക് 1 മാസത്തേക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ വഴി ഒത്തിരി അപകടങ്ങളുണ്ടായി. ഒരാൾ കഴിഞ്ഞ ദിവസം മരിക്കുക കൂടി ചെയ്തായിരുന്നു. നമ്മളിത് വീതി കൂട്ടി കയറ്റം കുറച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 1 മാസക്കാലം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഈ പാതയുടെ പല ഭാഗത്തും നാളുകൾക്ക് മുമ്പ് വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു. ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നുപോകുന്നുണ്ട്. ഈ കൊടുംവളവിലെ അപകട സാധ്യത കൂടി കുറച്ചാൽ ഈ റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ സുഗമമാകും.
ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെയും ചെമ്പകപ്പാറ PHCയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗർഭകാല പരിചരണ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ ഉദ്ഘാടനം ചെയ്തു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. 47 ഗർഭിണികളാണ് ചെമ്പകപ്പാറ PHCയുടെ പ്രവർത്തന മേഖലയിലുള്ളത്. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ഗർഭിണികളെ ഉൾപ്പെടുത്തി ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ഇലുപ്പുലിക്കാട്ട് അധ്യക്ഷനായിരുന്നു. ഗർഭകാല പരിചരണത്തെക്കുറിച്ച് കട്ടപ്പന താലൂക്ക് ആശുപത്രി ഡയറ്റീഷ്യൻ ആശ ജോസഫ് ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഒരു അമ്മയാകാൻ തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ മാനസികമായും ശാരീരികവുമായുള്ള എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഗർഭകാല പരിചരണം ഏറ്റവും നല്ല രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു അമ്മയായിട്ട് നിങ്ങൾ കടന്നു വരാനായിട്ട് സാധിക്കണം. നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ആവശ്യമായ പോഷകാഹാരങ്ങളുണ്ടോ, കൃത്യമായ പരിചരണം ലഭിക്കുന്നുണ്ടോ, നിങ്ങൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നിങ്ങൾ കടന്നു പോകുന്നത്, അതിനൊക്കെയും നിങ്ങൾക്ക് വേണ്ട ഒരു നിർദ്ദേശം തരുവാനും ഒക്കെ ആയിട്ടാണ് നമുക്കിന്ന് ഈ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. RCH മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിബി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ക്ലിന്റ് ജോസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻസി വർക്കി, PHN മോൻസി സെബാസ്റ്റ്യൻ, ICDS സൂപ്പർവൈസർ ലിസി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി ഉദ്ഘാടനവും അധ്യാപക രക്ഷകർതൃ ദിനാഘോഷവും നടന്നു. ഇടുക്കി രൂപത പ്രൊക്രേറ്റർ ഫാദർ ജോസഫ് തച്ചുകുന്നേൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 6 പതിറ്റാണ്ടായി ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി ഉദ്ഘാടനവും അധ്യാപക രക്ഷകർതൃ ദിനാഘോഷവുമാണ് നടന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മിറാക്കി 2K26 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി രൂപത പ്രൊക്യുറേറ്ററും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഫാദർ ജോസഫ് തച്ചുകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ഭാവിയിലെ ഓരോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലഘട്ടത്തിൽ ലോകത്തെ നയിക്കേണ്ട നായകരാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തേണ്ട നല്ല പൗരന്മാരായിട്ട് വളർന്നു വരേണ്ടവരാണ് എൻ്റെ മുമ്പിലേക്ക് വിദ്യാഭ്യസിപ്പിക്കാനായിട്ട് എനിക്ക് നൽകപ്പെടുന്നത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ഓരോ അധ്യാപകനും ഓരോ അധ്യാപികയ്ക്കും ഓരോ കുട്ടിയെയും കാണാനായിട്ട് കഴിയണം. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് തുമ്പന്തിരപ്പിൽ അധ്യക്ഷനായിരുന്നു. ഹെഡ് മിസ്ട്രസ് ജയ തോമസ് ഡിജിറ്റൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ റിച്ചി ഇൽപുലിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. വെള്ളിയാങ്കുടി സെന്റ് ജോൺസ് LP സ്കൂൾ ഹെഡ് മാസ്റ്റർ സൈജുമോൻ ജോസഫ് സ്കൂൾ പത്രമായ സരക് പ്രകാശനം ചെയ്തു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആനന്ദ് സുനിൽകുമാർ, മിനി പ്രതീഷ്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ വർഗീസ് ചെരക്കുന്നേൽ, സ്നേഹഗിരി സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ ജോർജ് കൊച്ചുപുരയ്ക്കൽ, ചെമ്പകപ്പാറ GHS ഹെഡ് മാസ്റ്റർ സുരേഷ് C കല്ലട, ഇടിഞ്ഞമല ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ് മാസ്റ്റർ KC പങ്ക്രീഷ്യസ്, ലാലി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. പ്ലാറ്റിനം ജൂബിലി നിറവിൽ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ. സ്കൂളിന്റെ 75ാമത് വാർഷികാഘോഷ പരിപാടികളുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. തോട്ടം മേഖലയുടെ വിദ്യാഭ്യാസ രംഗത്ത് തിലകക്കുറിയായി മാറിയ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി നിറവിലാണ്. സ്കൂളിന്റെ 75ാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുവാനാണ് തീരുമാനം. ഇതിനു മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T സുഭാഷ്, താലൂക്ക് സപ്ലൈ ഓഫീസർ M ഗണേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വനിതാ മുരുകൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുത്തുകുമാർ, സ്കൂൾ പ്രധാനാധ്യാപകൻ ST രാജ്, PTA പ്രസിഡന്റ് ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. മൂന്നാർ എന്നും സൗന്ദര്യമൊളിപ്പിക്കുന്ന അത്ഭുത ഭൂമിയാണ്. വസന്തകാലത്തും മൺസൂൺ കാലത്തുമെല്ലാം സഞ്ചാരികളുടെ നയനങ്ങൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന മൂന്നാറിന് പൂവിട്ട് നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ നൽകുന്ന മനോഹാരിത വാക്കുകൾക്കതീതം. പരന്നു കിടക്കുന്ന തേയിലച്ചെടികൾക്കിടയിൽ വയലറ്റ് നിറം കൊണ്ട് അഴക് വിരിയിക്കുന്ന ജക്രാന്ത മരങ്ങൾ പള്ളിവാസലിലും വാഗവരയിലും വയലറ്റ് വസന്തം തീർക്കുകയാണ്.
മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിൽ വയലറ്റു കാന്തി വിരിക്കുന്ന ചക്രാന്ത മരങ്ങൾ വസന്തകാലത്ത് മൂന്നാറിന് വർണ്ണനാതീതമായ സൗന്ദര്യം നൽകുന്നുണ്ട്. വളർന്നു പന്തലിച്ച ചക്രാന്ത മരങ്ങളിൽ വിരിയുന്ന പുഷ്പങ്ങൾ മൂന്നാറിന്റെ മലനിരകൾക്ക് ഏഴഴക് നൽകുന്നതാണ്. നനുത്ത മഞ്ഞിന്റെ കുളിരും പരന്നു കിടക്കുന്ന തേയിലച്ചെടികളുടെ വശ്യഭംഗിയും മാത്രമല്ല, ചക്രാന്ത പുഷ്പങ്ങൾ വിരിയിക്കുന്ന വസന്തകാലവും മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് പിന്നെയും പിന്നെയും കാണുവാൻ ബാക്കി വയ്ക്കുന്ന മനോഹര കാഴ്ചയാണ്. We have come from Bangalore. We wanted to see this plant since 1 year, and I knew that it blooms in March and April. So now we are here in Munnar to visit these beautiful chakrandas. So definitely you should visit Munnar during March and April just to see these plants. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ കൊളോണിയൽ ഭരണകാലത്ത് യൂറോപ്യന്മാരാണ് പാതയോരങ്ങളിലും ബംഗ്ലാവുകളുടെ പരിസരത്തും ചക്രാന്ത മരങ്ങൾ വച്ചു പിടിപ്പിച്ചത്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ വരണ്ടുണങ്ങുന്ന പ്രകൃതിക്ക് വസന്തത്തിന്റെ നനവ് നൽകിയാണ് ചക്രാന്ത മരങ്ങൾ പൂവിടാറ്. അതേസമയം ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പള്ളിവാസൽ ഭാഗത്തെ ചക്രാന്ത മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള സാധ്യത മുമ്പിൽ കണ്ട ചക്രാന്ത മരങ്ങൾ സംരക്ഷിച്ച റോഡ് നവീകരണം നടത്തണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പള്ളിവാസലിന്റെ സമീപത്തിൽ ഈ ചക്രാന്ത മരം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കാനും നല്ലവരായ നാട്ടുകാരോട് ഒപ്പം പഞ്ചായത്ത് ഭരണസമിതിയും കൂടി NH അതോറിറ്റിക്കും നമ്മുടെ പ്രിയപ്പെട്ട MP-ക്കും ഞങ്ങൾ നിവേദനം കൊടുത്തുകൊണ്ട് തന്നെ ഈ മരത്തെ ഞങ്ങൾ സംരക്ഷിക്കും. ലാറ്റിൻ അമേരിക്കയിലെയും കരീബിയൻ പ്രദേശങ്ങളിലെയും ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ബിഗ്നോണിയേസി കുടുംബത്തിലെ 49 ഇനം പൂച്ചെടികളുടെ ഒരു ജനുസിൽപ്പെട്ടതാണ് ജക്രാന്ത. അമേരിക്കക്കാരിയായ ജക്രാന്തയ്ക്ക് നീലവാഗ എന്നും വിളിപ്പേരുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 244, വിൽപ്പനയ്ക്ക് വന്നത് 60,044, വിൽപ്പന നടന്നത് 57,749, കൂടിയ വില 2,833, ശരാശരി വില 2,263. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 695 രൂപ, ഏലം കൂടിയ വില 2,300, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 875, കൊക്കോ 70, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 14,730 രൂപ, വെള്ളി 290. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്ന്. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തന്നെ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. പ്രഖ്യാപനം ഇടുക്കി മണ്ഡലം LDF വികസന മുന്നേറ്റ ജാഥയുടെ സമാപന വേദിയിൽ. തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി. ജില്ലാ ആസ്ഥാന മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ വിസ തട്ടിപ്പ് നടത്തിയ പ്രതിയെ തട്ടിപ്പിനിരയായവരുടെ സഹായത്തോടെ ഇടുക്കി പോലീസ് പിടികൂടി. പിടിയിലായത് കോട്ടയം പുതുപ്പള്ളി സ്വദേശി പുളിക്കൽ റോയി ജോസഫ്. നടപടി ലക്സംബർഗിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ. പാചകവാതകം കിട്ടാനില്ലാതായതോടെ ഇടുക്കിയിലെ ടൂറിസം മേഖല പ്രതിസന്ധിയിൽ. ഇതോടെ മൂന്നാറിൽ വിവിധ ഹോട്ടലുകൾ അടച്ചു.
മെനു വെട്ടിക്കുറച്ച് പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിൽ ഹോട്ടലുകൾ. തോട്ടം തൊഴിലാളികളുടെ അടിസ്ഥാന ശമ്പളം നാമമാത്രമായി വർദ്ധിപ്പിച്ച സർക്കാരിന്റെയും തൊഴിൽ വകുപ്പിന്റെയും നിലപാടിൽ പ്രതിഷേധവുമായി INTUC ജില്ലാ നേതൃത്വം. നിലവിൽ വർദ്ധിപ്പിച്ചത് 43 രൂപ വേതനവും 5 രൂപ പ്രത്യേക അലവൻസും ഉൾപ്പെടെ 48 രൂപ മാത്രം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആരെയോ പ്രീതിപ്പെടുത്താനാണ് ചെറിയ തോതിലുള്ള ശമ്പള വർധനയെന്നും നേതാക്കൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.